നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ അവക്കാഡോ വെച്ചൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവക്കാഡോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയതാണ്. അപ്പം ഒരുപാട് ഭക്ഷണത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അവക്കാഡോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു അവക്കാഡോ ഡിപ്പാണ്. നമുക്ക് ഈ ഉണ്ടാക്കിയത് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ സ്പ്രെഡായിട്ടും അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ അതിന് ഡിപ്പായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു അവക്കാഡോ ഡിപ്പ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഒരു അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. പഴുത്ത അവക്കാഡോ ആണ്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രണ്ടായിട്ട് നടുക കീറുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. ആ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് സ്പൂൺ വെച്ച് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളി, അതും ചെറുതായിട്ട് അരിയുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടി നമ്മളൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ അതിന് ശേഷം നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു പകുതി എടുത്ത് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവക്കാഡോ ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉപ്പ് മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, ഉപ്പെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന തൊട്ട് മുന്നേ ചെയ്താൽ മതി. വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയാൽ ബ്രെഡിൻ്റെ കൂടെ ബ്രെഡ് സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ അതിന് ഡിപ്പായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.